ولله الحمد. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. ഈദിൻ്റെ ഡേ സ്പെഷ്യലാണല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഒറട്ടിയാണ്. കാലങ്ങളായി ഞങ്ങളുടെ ഈദ് ബ്രേക്ക്ഫാസ്റ്റ് വൺ ആൻഡ് ഓൺലി ഒറട്ടി തന്നെ കേട്ടോ. ഉമ്മച്ചിമ്മ തട്ടുന്ന ഒറട്ടിക്ക് നല്ല ടേസ്റ്റാണേ. എൻ്റെ ഉമ്മച്ചി തട്ടിയാലോ അല്ലെങ്കിൽ കുഞ്ഞ തട്ടിയാലോ ഒന്നും ഉമ്മച്ചിമ്മയുടെ ഒറട്ടിയുടെ സൈഡിലോട്ട് പോലും എത്തൂല. കുഞ്ഞിലെ ഞാൻ ഈ ഒറട്ടിയൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വിശേഷ ദിവസം, അത് മെയിനായിട്ട് ഈദിൻ്റെ ഡേയ്സിലായിരിക്കും. ഞങ്ങളുടെ ഇവിടെ കുറേ നാളുണ്ട്, കുറേ നാളെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒറട്ടിയും ബീഫുമാണ്. ഇതിപ്പോൾ വേഗം നാണ് ചുട്ടെടുക്കുന്നതും തട്ടുന്നതൊക്കെ. ഈദുൽ ഫിത്തർ അല്ലേ, അപ്പോൾ കാപ്പി കുടിച്ചിട്ട് വേണ്ടേ പള്ളിയിൽ പെരുന്നാൾ നമസ്കരിക്കാനൊക്കെ പോവേണ്ടത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ധൃതിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈദിന് രാവിലെ കുളിച്ച് സുന്ദരിയായി ഞാൻ വരുമ്പോൾ കാണുന്നതും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ സെറ്റായതും പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. പെരുന്നാളിനും അതിന് മുന്നത്തൊക്കെ ഈദിനൊക്കെ ഞാനും ഉമ്മച്ചിയും രാവിലെ ഞങ്ങളുടെ വീട്ടിലായിരിക്കും. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെരുന്നാൾ നമസ്കാരവും കഴിഞ്ഞാണ് ഉമ്മച്ചിമാരുടെയും പാടെയും അടുത്തേക്ക് വരുന്നത്. ഇപ്രാവശ്യം പിന്നെ ഞങ്ങളിവിടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുമിച്ചിരിക്കാനും പറ്റി. കരിക്കരിക്കുന്നേരം ഞാൻ എൻ്റെ കണ്ണനെ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും കുഞ്ഞായൊക്കെ ഉച്ചയ്ക്ക് എത്തുകയുള്ളൂ. ഉപ്പച്ചി പള്ളി പോകാൻ ഇറങ്ങുക കേട്ടോ. പല പള്ളികളിലും ഡിഫറെൻ്റ് ടൈമാണല്ലോ നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ഇവിടെ 8:30 ഉച്ചക്കത്തേക്ക് വേണ്ട പപ്പടം പൊരിക്കാനായി കിച്ചണിലുണ്ട്. പപ്പടം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് പൊള്ളി വരുന്നില്ല. അപ്പോൾ പപ്പടത്തിന് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞാണ് ഞാൻ പൊരിക്കുന്നത് തന്നെ. ഞാൻ പൊള്ളിച്ചെടുത്ത പപ്പടം നിങ്ങളെ കാണിക്കാനുള്ള എൻ്റെ ശുഷ്കാന്തി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അങ്ങനെ ഓരോ ഐറ്റം വെച്ച് അരിഞ്ഞ് വെക്കുകയാണ്. അതിന് മറുവശം ഞാനും ജോലിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചിമായും ഇഞ്ചിക്ക് വേണ്ട ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ബിരിയാണിക്ക് എന്തിനാണ് ഇഞ്ചിക്കറി എന്ന്. ഇവിടെ ബിരിയാണി കഴിക്കാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഉമ്മച്ചി ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള വറുത്തെടുക്കാനുള്ള പരിപാടിയിലാണ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ തങ്കമ്മ അമ്മമ്മയാണ്. അപ്പോൾ അമ്മമ്മ പെരുന്നാളിന് വന്നിട്ട് കാപ്പി കുടിക്കുകയാണ്. ഉപ്പച്ചി പിന്നെ പള്ളിയിലൊക്കെ പോയൊക്കെ വന്ന് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ഓരോ പണിയൊക്കെ നോക്കി അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വണ്ടികളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം നമുക്ക് റോഡിൽ കാണാൻ സാധിക്കും. ഈ 2 വണ്ടിയല്ല കേട്ടോ, അതിന് മുന്നേ കുറേ വണ്ടികളൊക്കെ പോയി. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും അടുക്കളയിൽ ഇത്രയും സംഭവങ്ങൾ സെറ്റായി കഴിഞ്ഞു. നമ്മുടെ സവാള വറുത്ത് കോരി, നമ്മുടെ കിസ്മിസൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, കറിവേപ്പില വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിമ്മ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പണിയും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗായ്സ് ഞാൻ ആ രംഗം കണ്ടത്. 2 പൂച്ചക്കുഞ്ഞുങ്ങൾ അതാ കടി കൂടുന്നു. 2 ഞങ്ങളുടെ ഈ വീട്ടിലുള്ളത് തന്നെയാണ്. ഒന്ന് ഷിട്ടു, രണ്ടാമത്തത് ക്യൂട്ടി.
നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി. ഇനി അതിലൊരു പങ്ക് ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്ത് അപ്പൂപ്പന് കൊണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സമയം 1:30 മണിയായി. ഞങ്ങൾ കുഞ്ഞായും എൻ്റെ കണ്ണനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവനെ കണ്ടോളാനും വയ്യ. രാവിലെ തൊട്ടേ ഞാൻ ഇവനിങ്ങനെ മിസ് ചെയ്യാണ്. അപ്പോൾ അവനെ കാത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ചോറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം 2:15 വരാമെന്ന് പറഞ്ഞവരെ കാണാതായതും ഞങ്ങളൊന്ന് വിളിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങിക്കോ, ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചിയൊക്കെ വന്നിട്ട് ചോറൊക്കെ സെറ്റാക്കി ടേബിളിൽ കൊണ്ട് വെക്കാനുള്ള ഒരുക്കത്തിലാണ്. ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണി, അതുപോലെ തന്നെ ഇഞ്ചിക്കറിയുണ്ട്, പരിപ്പുണ്ട്, നമ്മുടെ ബീഫുണ്ട്, അവിയലുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ, എവരിട്ട് വരുന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണിയും പരിപ്പും നമ്മുടെ ചിക്കൻ ഫ്രൈയും ബീഫും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലതുപോലെ ആഹാരം കഴിച്ചു. കഴിച്ചെഴുന്നേറ്റിട്ടും വരാമെന്ന് പറഞ്ഞവർ ഇതുവരെയും എത്തിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ വിഷമവുമില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വരുന്നതെങ്കിൽ നമുക്കൊരു വിഷമം, അയ്യോ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ളതായിരുന്നു എന്ന് തോന്നും. പക്ഷെ കഴിച്ച് കഴിഞ്ഞിട്ടും ഇവിടെ വരാമെന്ന് പറഞ്ഞ ആൾക്കാരെ കാണാതായതോടുകൂടി ഞങ്ങൾക്കൊരു ആശ്വാസം തോന്നി. ഞങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വരാമെന്ന് പറഞ്ഞ ആ 2 മഹത് വ്യക്തികളും വന്നിട്ടുണ്ട്. വണ്ടിയിലൊക്കെ പോയേ മാഷാഅല്ലാ, എൻ്റെ പൊന്നൂട്ടൻ ഇപ്രാവശ്യം പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം പറയാണ്. ഇത് നമ്മളെ വീട്ടിലത് തന്നെ. അതില്ലാതായി പോയതാണ്, കരിഞ്ഞു പിന്നെ അവർക്ക് കൊടുക്കണം. എൻ്റെ കണ്ണിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവനെ കരുതിയിട്ടാണ് ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് സാധാ ചോറുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവൻ വന്നുടനെ ഉമ്മച്ചിയാണെങ്കിൽ ബിരിയാണിയും പപ്പടവും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. കുഞ്ഞാജിയും കഴിക്കുന്നുണ്ട്. വന്നപ്പോൾ 2 ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചോക്ലേറ്റ് ഞാൻ കഴിച്ചു, ഒരു ചോക്ലേറ്റ് ഞാൻ അവന് വേണ്ടി വെച്ചേക്കാണ്. അവൻ വന്നുടനെ തന്നെ ഡ്രസ്സ് മാറ്റി. ഇത് വീട്ടിലത്തേക്ക് അവൻ എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഉടനെ അവൻ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ കളിപ്പാട്ടങ്ങളും ഐറ്റംസും എല്ലാം നോക്കുകയാണ്. ഇപ്പാടെ കയ്യിരിക്കുന്നത് അവൻ്റെ അത്തർ കളക്ഷനിൽ ഒരു അത്തറാണ്. അവന് കുറച്ചധികം അത്തറുകൾ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മണപ്പിച്ച് നോക്കുകയാണ് അതിൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടോയെന്ന്. അതിനൊക്കെ ശേഷം പിന്നെ ഞാനും കണ്ണൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും അവൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തും അവൻ്റെ കൂടെ കളിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ടൈം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവർ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മെച്ചിമായും കുഞ്ഞായും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനുശേഷം കുറേ നേരം വീട്ടിൻ്റെ അകത്തും പുറത്തൊക്കെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ട് ബോറടിച്ചുകൊണ്ട് ഞാനും കണ്ണും കൂടി താഴോട്ട്, അതായത് ഞങ്ങളുടെ പെരേടം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുകയാണ്. എന്തിനാണ് എന്തിനാടാ അത്? താറാവാ കൊള്ളാവോ? ഇന്നങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാനും കണ്ണും കൂടി കരുതിയെങ്കിൽ പിന്നെ ഒന്ന് താഴെ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്. കാരണം വീട്ടിൽ നിന്ന് കളിക്കുന്നതിനൊരു
പരിധിയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനും അവനും കൂടി എങ്കിൽ പിന്നെ കുറച്ച് താഴോട്ടൊക്കെ പോയി ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഏകദേശം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗുഡ് ബൈ ആണ്. അതായത് നേരമൊക്കെ ഇരുട്ടിയല്ലോ, ഇനി കുഞ്ഞായും അവനും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ആ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വലിയ താല്പര്യമൊന്നുമില്ല കക്ഷിക്ക് പോകാനായിട്ട്. പിന്നെ പോകുന്നതാണ്. അമ്മച്ചി ഇറങ്ങാൻ നേരം എന്തൊക്കെയോ പറഞ്ഞ ആളെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏവൻ പോയതോടുകൂടി എൻ്റെ ആകെ മൊത്തത്തിലുള്ള മൂഡൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉമ്മച്ചിയൊക്കെ പാത്രമൊക്കെ കഴുകി വെക്കാം കേട്ടോ. ഉമ്മച്ചി ഒരു സൈഡിൽ പാത്രമൊക്കെ കഴുകുന്നുണ്ട്, ഉമ്മച്ചിമ്മ ബാക്കിയായിട്ടുള്ള ഫുഡൊക്കെ കോരി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ ഈദ് വിശേഷം. ഒരു നോർമൽ ഈദ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ആർഭാടമൊന്നുമില്ലാത്ത അത്രയും ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു ഈദ് ഡേ. പിന്നെ ഇപ്രാവശ്യം ഈദിൻ്റെ അന്ന് റിലേറ്റീവ്സിൻ്റെ വീടൊന്നും വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. മെയിൻലി കുഞ്ഞായും കണ്ണും ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. പിന്നെ എല്ലാവരും ചേർന്ന് വേറൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വിസിറ്റിങ്ങിനൊക്കെ ഉള്ള ടൈമെന്ന് പറയുന്നതും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞാക്ക് തിരികെ പോവുകയും വേണം. സോ ഞങ്ങൾ മാത്രം വീട്ടിൽ കൂടാമെന്ന് ഇപ്രാവശ്യം ഡിസൈഡ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ ഈദ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.